ഹായ് ഗേസ്, ഞാൻ ഷാനിക്കടവത്ത്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് ഭരണവും അതുപോലെ തന്നെ യഹൂദ വംശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, യഹൂദന്മാർ ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയരായിരുന്നു. അവർ അടിമകളായിരുന്നു. പലപ്പോഴും അവർ ബാബിലോണിയരുടെയും ഈജിപ്തുകാരുടെയും തുർക്കികളുടെയും അടിമകളാക്കപ്പെടുകയും അവരെ അടിമകളാക്കി വർഷങ്ങളോളം കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന അടിമവംശത്തിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശം ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ മുഗൾ വംശം, ഇങ്ങനെ ഈ പോകുന്ന ഈ രാജവംശത്തിൽ അടിമവംശത്തിൽ അത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഈ അടിമവംശം അറിയപ്പെടുന്നത് മാംലുക്ക്, ഇൽബാരി, ഗുലാം വംശം എന്നീ പേരുകളിലാണ് ഇവരറിയപ്പെടുന്നത്. അടിമവംശത്തിലെ ആദ്യത്തെ മുസ്ലിം രാജാവായ അടിമവംശം സ്ഥാപിച്ചത് മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആണ്. ഈ കുത്തബ്ദീൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചത്. ഇവർക്ക് ഈ യഹൂദ വംശവുമായി ബന്ധമുണ്ട്. ഇവരൊക്കെ യഹൂദ വംശത്തിലുള്ളവരാണ് എന്ന് പറയുന്നതായിരിക്കും ഒരു തരത്തിൽ ശരിയായ കാര്യം. കാരണം ഇവരൊക്കെ ഇവിടെ വരുമ്പോൾ അടിമയാക്കപ്പെടുകയായിരുന്നു. അടിമകളായിട്ട് വന്നവരായിരുന്നു ഈ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്നത് എന്ന കാര്യം വളരെ അത്ഭുതകരമായ കാര്യമായിരുന്നു. ലാൽ ബാദ്ഷാ എന്നറിയപ്പെട്ടിരുന്നത് കുത്തബ്ദീൻ ഐബക്കാണ്. ഡൽഹി കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. ഈ ലാൽ ബാദ്ഷാ എന്നറിയപ്പെടുന്ന കുത്തബ്ദീൻ ഐബക്ക്. അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇൽത്തുമിഷിൻ്റെ മകൾ സുൽത്താന റസിയാണ്. ഈ ഇൽത്തുമിഷിൻ്റെ മകൾ അടിമയായ ഇൽത്തുമിഷിൻ്റെ മകൾ സുൽത്താന റസിയ കൊല്ലപ്പെടുകയും അതിനുശേഷം അടിമയായ ഗിയാസുദ്ദീൻ ബാൽബൻ അധികാരത്തിൽ വരികയും ഉണ്ടായി. ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. ഇവരുടെ ഈ യഹൂദ വംശത്തിൽ നിന്നും ഒരുപാട് പേര് പിന്നീട് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാക്കപ്പെടുകയും അവരൊക്കെ പല രീതിയിൽ ക്രൂശിക്കപ്പെടുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ ഗിയാസുദ്ദീൻ ബാൽബനും പറഞ്ഞു ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഖൈഖുബാദിനെ വധിച്ചാണ് ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത്. പിന്നീട് ഖിൽജി, തുഗ്ലക്ക് രാജവംശം, ഇതുപോലെ ചില ഇവർക്കൊക്കെ അടിമവംശങ്ങളുമായിട്ട് നേരിട്ടല്ലെങ്കിലും ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മംഗോളിയന്മാരാണ് മംഗോളിയൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ മംഗോളിയൻ എന്നറിയപ്പെടുന്നത് അത് മുഗളന്മാരെന്നാണ്. ഈ മുഗൾ രാജവംശം സ്ഥാപിച്ചത് അവരാണ്. അവർ ബാദുഷാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിമാരാണ്. ബാബറാണ് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈ ബാബറിന് അമ്മ വഴി ചെങ്കിസ് ഖാനുമായും അച്ഛൻ വഴി തിമൂർ, അതായത് ഉസ്ബെക്കിസ്ഥാനുമായും ബന്ധമുണ്ട്. ഈ ബാബറിന് തുർക്കികളോട് ഭയങ്കര വെറുപ്പായിരുന്നു. അവർ കള്ളന്മാർ അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനുമായിട്ടും വളരെ വഴക്കായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ആൾക്കാരുമായിട്ട് വളരെ വഴക്കായിരുന്നു. എന്നാൽ സ്വതന്ത്രമായി ഉള്ളൊരു രീതിയായിരുന്നു ബാബറിൻ്റേത്. പിന്നീട് അദ്ദേഹത്തിനും ഈ യഹൂദ വംശവുമായും വളരെ ഡയറക്റ്റ് അല്ലെങ്കിലും ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അതായത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡൽഹി സുൽത്താനേറ്റിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ
വന്നിരുന്നത് അടിമ വംശത്തിൽ യഹൂദ മതത്തിൽ നിന്നും ഉള്ളവരാണ് എന്നുള്ളതായിരുന്നു ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ.